ഹായ് ഓൾ, എൽബിയൻ ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ലീഡർഷിപ്പിലുള്ള നല്ല നല്ല ലീഡേഴ്സിലേക്കും അതുപോലെ തന്നെ കമ്പനി മാനേജ്മെന്റിലേക്കും എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ആദ്യമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഒരുപാട് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഒരുപാട് കമ്പനികളിൽ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഇഷ്യൂസ് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പലതും നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ കമ്പനിയുടെ ഭാഗമായിട്ട് കമ്പനി ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ലീഡർഷിപ്പിലുള്ള ആളുകളുടെ ശ്രദ്ധക്കുറവ് മൂലവുമാണ് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും നിൽക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ഇൻകം പ്ലാനും കമ്പനിയുടെ പ്രൊഫൈലും ഈ ഒരു ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ്റെ പെയിൻ എന്താണോ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിക്കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നതും ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ അവരെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അതിനിടയിൽ നടക്കുന്ന ഡീലിംഗ് എന്ത് തന്നെയാണ്? പ്രൊഡക്റ്റ് ഡീലിംഗ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽസ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്? 2-3 രീതിയിൽ നമ്മളിത് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നിശ്ചിത വോളിയത്തിൻ്റെ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർക്ക് നമ്മൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയുടെ നമ്മളുടെ ഐ ഡി തുറന്ന് അവിടെ പുതിയ ആളുകളെ പ്ലേസ് ചെയ്യേണ്ട രീതിയിലേക്കുള്ള പ്രൊസീജിയർ ഉണ്ടാവും. ആ പുതിയ ആളുകളെ പ്ലേസ് ചെയ്യുന്ന രീതിയിലേക്ക് പൊസിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരുടെ KYC വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് അവരുടെ അഡ്രസ്സും ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ തന്നെ വാങ്ങിച്ച് അതൊക്കെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ രജിസ്ട്രേഷൻ പേപ്പറിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഒരു ID ജനറേറ്റ് ആയിട്ട് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ഓൺലൈനിലൂടെ തന്നെ വളരെ കൃത്യമായിട്ട് ഓൺലൈനിൽ തന്നെ സെർച്ച് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഓൺലൈനിലൂടെ തന്നെ പോസ്റ്റൽ കൊറിയർ സർവീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔട്ടർ സോഴ്സ് കൊറിയർ സർവീസോ വഴി ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോറിലേക്ക് എത്തിക്കുന്ന ഒരു രീതി. ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും തൊട്ടടുത്തുള്ള സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ട് പ്രൊഡക്റ്റുകൾ ആ ഒരു വോളിയത്തിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അപ്പം തന്നെ ഓൺലൈനിലൂടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി ചില കമ്പനികളിലെങ്കിലും കണ്ടുവന്നിട്ടുള്ളത്, ഓൺലൈനിലൂടെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യും, പക്ഷേ കമ്പനി നേരിട്ടല്ല കൊടുക്കുന്നത്. അതാത് പിൻകോഡിലുള്ള ആ വ്യക്തിയുടെ നിയറസ്റ്റ് പിൻകോഡ് ഏതാണോ ആ പിൻകോഡിലുള്ള സ്റ്റോറായിട്ട്, ഫ്രാഞ്ചൈസി സ്റ്റോറായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് പ്രൊഡക്റ്റ് പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് പോയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ലീഡേഴ്സ് കൊണ്ടുപോയിട്ട് എടുത്തു കൊടുക്കുന്ന ആ ഒരു രീതി. അപ്പോൾ ഈ ഒരു 3 രീതികളിലൂടെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇങ്ങനെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതും ആദ്യത്തേതും വളരെയധികം പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒന്നാമത്തെ കംപ്ലൈൻ്റ് ആണ്, പ്രൊഡക്റ്റ് ഭയങ്കര ഡിലേ ആണ് എത്താനായിട്ട്. ആളുടെ കയ്യിലെത്താനായിട്ട്, ഡിസ്ട്രിബ്യൂട്ടർ ഓർഡർ ചെയ്ത ആളുടെ കയ്യിലെത്താനായിട്ട് ഭയങ്കര ഡിലേ ആണ്. മാസങ്ങളോളം 2-3 മാസം കഴിഞ്ഞിട്ട് പോലും പ്രൊഡക്റ്റ് കിട്ടാത്ത ആളുകൾ ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിൽ, കേരള മാർക്കറ്റിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നും ആ രീതിയിൽ തന്നെ പോകുന്ന കമ്പനികളുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് അതിൽ. 7 മുതൽ 10 ദിവസം വരെ നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 മുതൽ 10 ദിവസം വരെയൊക്കെ ടൈം എടുക്കാം. പോട്ടെ, മാക്സിമം ഒരു 15 ദിവസമൊക്കെ ടൈം എടുത്തേക്കാം. പല രീതിയിലെ പ്രൊഡക്റ്റുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റുകൾ ഔട്ടർ സ്റ്റേറ്റിൽ നിന്ന് വരേണ്ടതാണ്, അല്ലെങ്കിൽ വേറെ ഇന്ത്യയുടെ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് വരേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കമ്പനി മെയിനായിട്ട് ഫൗണ്ട് ചെയ്ത് എവിടെയാണെന്നാണോ ആ ലൊക്കേഷനിൽ നിന്ന് തന്നെയായിരിക്കും വരേണ്ടത്. അത് വേറെ സ്റ്റേറ്റ് ആണെങ്കിൽ ഓക്കെ, ഓഫ് കോഴ്സ് അവിടെ നിന്നാണ് വരേണ്ടത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിലുള്ള കൊറിയർ സർവീസുകളും കാര്യങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ എല്ലാ കമ്പനികൾക്കും കപ്പാസിറ്റി ഉണ്ട്. നിലവിൽ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, കൊറിയർ സർവീസ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണെന്ന് സാധാരണക്കാർക്ക് അറിയാം. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല? ഇത് കമ്പനി മാനേജ്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ട്, വളരെ ഹണ്ടിങ് ആയിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കൊറിയർ സർവീസ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കൊറിയർ സർവീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ആ രീതിയിലുള്ള സിസ്റ്റത്തിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ടീമിൻ്റെ ഒരു ഗ്രോത്തും പ്രൊഡക്റ്റിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷേ അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അത് വലിയൊരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ വരും. ഇന്നേ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്
പറയാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, ഇന്ന് നിലവിൽ ഒരുപാട് കമ്പനികൾ ആശ്രയിക്കുന്നത് പോസ്റ്റൽ സർവീസിനെയാണ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സർവീസിനെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് സർവീസിനെ ആശ്രയിക്കുന്ന സമയത്ത് അവർ ഹോം ഡെലിവറി കാര്യങ്ങളൊന്നുമില്ല. അവരുടെ പോസ്റ്റ് ഓഫീസിലേക്ക് ഭയങ്കര വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിച്ചറിയിക്കും, നമ്മൾ പോയിട്ട് പിക്ക് ചെയ്യണം. പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അവർ തിരിച്ചയക്കുകയും ചെയ്യും ഒരു സമയത്തിന് ശേഷം. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് എന്ന് പറയുന്നത്, നമ്മൾ ഡയറക്റ്റ് സെല്ലേഴ്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ട്, കൊറിയർ ചാർജിന് ഉൾപ്പെടെയുള്ള ക്യാഷ് കമ്പനിയുടെ കാൽക്കുലേഷൻ അനുസരിച്ച് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഫാക്റ്റാണ് അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന സമയങ്ങളിൽ എല്ലാ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയും, സ്പെഷ്യലി ഇൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും, നമ്മുടെ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും അവരുടെ കയ്യിലേക്ക്, അതായത് കസ്റ്റമറുടെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കേണ്ട രീതിയിലുള്ള കൊറിയർ സംവിധാനങ്ങൾ ഏർപ്പാടാക്കേണ്ടത് അത് വളരെ വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത ആളുടെ അഡ്രസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ ടീമിന് സാധിക്കുന്നതാണ്. അത് മാനേജ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ടൈം ദൈർഘ്യം, അതുപോലെ തന്നെ ഹോം ഡെലിവറി എന്നുള്ള കാര്യങ്ങൾ. രണ്ടാമതായിട്ടുള്ളൊരു പ്രശ്നമാണ് പ്രൊഡക്റ്റ് അവൈലബിലിറ്റി. അതായത് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ സൈറ്റിൽ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ടാവും, പക്ഷേ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഉടൻ തന്നെ പ്രൊഡക്റ്റ് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ അതാത് ദിവസം നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല എന്ന് അവിടെ സൈറ്റിൽ തന്നെ നോട്ടിഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇത് ഓർഡർ എല്ലാ കാര്യങ്ങളും പ്ലേസ് ചെയ്തതിന് ശേഷം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പിന്നെ കസ്റ്റമർ കുറേ തവണയൊക്കെ ട്രൈ ചെയ്ത് കസ്റ്റമർ കെയറിലേക്കൊക്കെ വിളിക്കുമ്പോഴാണ് പറയുന്നത് ആ പ്രൊഡക്റ്റ് ഇല്ല, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റൂൾ പ്രകാരം, അതുപോലെ തന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിച്ച ഒരു നോളജ് വെച്ചിട്ട് ഞാൻ പറയുവാണ്, ഒരു മാനുഫാക്ചർക്ക് മാത്രമേ കൃത്യമായിട്ട് ഡയറക്റ്റ് സെല്ലിങ്ങിൽ റൺ ചെയ്ത് ദീർഘകാലത്തേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ മാനുഫാക്ചറർ അല്ലാത്ത ഒരു കമ്പനികൾക്കും പല രീതിയിലുള്ള ഇഷ്യൂസ് വരേണ്ട സാധ്യതകൾ അനവധിയാണ്. അത്രയും വലിയൊരു സ്പേസാണിത്, അത്രയും പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് വേണം. അപ്പോൾ നമ്മൾക്കൊരു മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, നമ്മൾ തന്നെ ആയിരിക്കണം ഓൾമോസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങും എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോഴാണ്, വേറെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ പാടില്ല എന്നല്ല, ആഡ് ചെയ്യാം, പക്ഷേ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ വളരെ ലോ ലെവൽ ബിസിനസ്സിലേക്ക് മാറി എന്നതാണ് കാര്യം. അപ്പോൾ നമ്മുടെ ടീം ക്രിയേഷൻ നടക്കില്ല, ടീമെല്ലാം കൊഴിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങും, നല്ല കമ്പനികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒരുപാട് കമ്പനികൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാനുഫാക്ചറിങ്ങിലേക്ക് ഇന്ന് നിലവിൽ സീരിയസ് ആയിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന എല്ലാ കമ്പനികളും വരണം. പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിൽ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഇഷ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതൊരു 3 ഇഷ്യൂ പറഞ്ഞുകൊണ്ട് അതിനെ ഏകീകരിച്ചുകൊണ്ട് നമുക്ക് ഒറ്റ സബ്ജക്റ്റിലേക്ക് ഒതുക്കാം. ഒന്ന്, പ്രൊഡക്റ്റുകൾ ഞാൻ ഓർഡർ ചെയ്തതല്ല വന്നത്, വേറെ പ്രൊഡക്റ്റുകളാണ് മാറി വന്നിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് കിട്ടിയ പ്രൊഡക്റ്റ് ഡാമേജ് ആണ്. അതായത് പല രീതിയിലെ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ക്ലോത്ത് ആണെങ്കിൽ അത് എന്താ പറയുക, കീറിയിട്ടുണ്ട്. എന്തെങ്കിലും ബോട്ടിലാണെങ്കിൽ അത് അൺബോക്സ് ചെയ്ത് പൊട്ടിച്ച ബോട്ടിലാണ്, അത് ലീക്ക് ചെയ്ത് പോയിട്ടുണ്ട്. മേ ബി കൊറിയറിലൊക്കെ പറ്റിയതായിരിക്കാം. എന്നിരുന്നാൽ പോലും അതൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് അത് സൈൻ ചെയ്ത് വാങ്ങിക്കുന്ന സമയത്ത് അത് ഡാമേജ്ഡ് ആണെന്ന് വിചാരിച്ചു. അപ്പോഴും അവിടെ ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല, സോ റീഫണ്ട് വേണം. നമ്മുടെ മണി ബാക്ക് ഗ്യാരണ്ടി അല്ലെങ്കിൽ കൂൾ ഓഫ് ടൈം പീരീഡ് ഓരോ കമ്പനികൾക്കും അതായത് കമ്പനി നിശ്ചയിക്കുന്ന പോലെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ റീഫണ്ടിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടതാണ്. റീഫണ്ട് എന്ന് പറയുന്നൊരു സംഭവം കൊടുക്കേണ്ടത് നമ്മൾ ഓർഡർ ചെയ്ത ദിവസം തൊട്ടല്ല, നമ്മുടെ കയ്യിലേക്ക്, കസ്റ്റമറുടെ കയ്യിലേക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിലേക്ക് എന്നാണോ പ്രൊഡക്റ്റ് എത്തുന്നത് ആ സമയം തൊട്ടാണ് റീഫണ്ട്. അതായത് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലാണ് ഒരു പ്രൊഡക്റ്റ് വരുന്നതെങ്കിൽ അത് സൈൻ ചെയ്ത് വാങ്ങിച്ച ആ ദിവസമാണ് റീഫണ്ടിൻ്റെ ഒന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ അവിടുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞു, സോ ഓർഡർ ചെയ്തിട്ട് ഇവിടെ എത്താൻ 3 മാസമായി, അപ്പോൾ 1 മാസത്തെ റീഫണ്ട് കഴിഞ്ഞു, അതൊന്നും ഒരു ന്യായീകരണമല്ല. കേസ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി തന്നെ കുടുങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 ഇഷ്യൂ, ആ 3 ഇഷ്യൂ എന്താണ്? ഒന്ന്, പ്രൊഡക്റ്റിന് ഒരു ക്വാളിറ്റി ഇല്ലാന്ന് തോന്നി, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാന്ന് തോന്നി, പ്രൊഡക്റ്റിന് ഡാമേജ് ആയി, അല്ലെങ്കിൽ റീഫണ്ട് വേണം, അല്ലെങ്കിൽ കിട്ടിയ പ്രൊഡക്റ്റ് മാറിയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഇതല്ല. ഇതൊക്കെ ആണെങ്കിലും ഇന്ന് ഒരു കസ്റ്റമർക്ക് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എപ്പോഴാണ്? ആ പ്രൊഡക്റ്റ് ആ കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിയാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ 7 to 10 ദിവസത്തിനുള്ളിൽ എത്തുമ്പോൾ അതിനിടയിൽ സംഭവിക്കുന്ന ചില കമ്പനികളിലെ ചില കാര്യങ്ങളാണ്. ഒരുപാട് കമ്പനികളിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു 3 വഴിയിലൂടെ ചെയ്യുമ്പോൾ, ഡയറക്റ്റ് ഓൺലൈനിൽ നമ്മൾ സൈറ്റിൽ ഓർഡർ ചെയ്ത് കമ്പനി തന്നെ ഡയറക്റ്റ് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ, അതർ കൊറിയർ സർവീസോ അല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയോ എത്തുമ്പോൾ വേറെ ഇഷ്യൂ അവിടെ സംഭവിക്കുന്നില്ല. പക്ഷേ
ഫ്രാഞ്ചൈസികളിലൂടെ ഡയറക്റ്റ് പോയിട്ട് എടുക്കുന്ന സമയത്തും പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അത് അപ്പം തന്നെ അവിടെ ക്ലാരിഫൈ ആവുകയാണ്. ആദ്യം തുടങ്ങിയ ഭാഗത്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3 രീതിയിൽ പ്രൊഡക്റ്റ് എത്തിക്കുന്ന ഒരു സംവിധാനം പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 സംവിധാനം പ്രശ്നമില്ല. പക്ഷെ 3ാമത്തെ സംവിധാനം, നമ്മൾ ഓൺലൈനിലൂടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു, പക്ഷെ അതാത് സ്ഥലങ്ങളിലുള്ള ഫ്രാഞ്ചൈസിയിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിയിലേക്കാണ് പ്രൊഡക്റ്റ് എത്തുന്നത്, കസ്റ്റമറുടെ കയ്യിലേക്കോ ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ അങ്ങനെയൊന്നും അല്ല. ഫ്രാഞ്ചൈസി അതാത് ലൊക്കേഷനിലുള്ള ഫ്രാഞ്ചൈസിയിലേക്കാണ് പ്രൊഡക്റ്റ് എത്തുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഫ്രാഞ്ചൈസികളിൽ പല കമ്പനികളുടെയും ഫ്രാഞ്ചൈസികളിൽ ഒരു നോട്ടിഫിക്കേഷൻ സംവിധാനം ഏർപ്പാടാക്കിയിട്ടില്ല. ഒരു പ്രൊഡക്റ്റ് ലിബിൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ലിബിൻ്റെ ഇപ്പോൾ അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് വന്നെങ്കിൽ പോസ്റ്റ് ഓഫീസിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ ലിബിനെ വിളിക്കും, ഇന്ന പോലെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു 2-3 കോള് ലിബിൻ്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടാവും. അതും കഴിഞ്ഞിട്ട് ലിബിൻ ആഴ്ചകളോളം റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, മിനിമം ഒരു 1 വീക്ക് ഒന്നും റിപ്ലൈ ചെയ്തിട്ടേ ഇല്ലെങ്കിൽ മേ ബി അയാൾ നേരിട്ട് വരും. എന്നിട്ടും ലിബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ അയച്ച ആളുടെ ഭാഗത്തേക്ക് തിരിച്ചയച്ചു കൊടുക്കും. ഇതാണ് സംവിധാനം ചെയ്യുന്നത് പൊതുവെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പോസ്റ്റ്മാൻ കുറച്ച് നോട്ടിഫിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്, മെസ്സേജുകളായിട്ടോ ബാക്കിയുള്ള കാര്യങ്ങളായിട്ടോ നമുക്ക് തരുന്നുണ്ട്. എനിവേ ബാക്കി ഏത് പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ പല കമ്പനികളും ചെയ്യേണ്ട കാര്യം, ഒന്നുകിൽ നിങ്ങൾ ഓൺലൈനിലൂടെ അത് ട്രാക്ക് ചെയ്യേണ്ട സംവിധാനം, അതായത് സ്റ്റോറിലേക്ക് എത്തിയെന്നുള്ള സംവിധാനം അവരുടെ സൈറ്റിൽ തന്നെ കൊടുക്കണം. അവരുടെ പ്രൊഡക്റ്റുകൾ എവിടെ എത്തിയെന്നുള്ള ഡീറ്റെയിൽസ് അവരുടെ സൈറ്റിൽ തന്നെ കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ മാറേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഏത് സ്റ്റോറിലേക്കാണോ നിങ്ങൾ പ്രൊഡക്റ്റ് അയച്ചിട്ടുള്ളത് ആ സ്റ്റോറിന് ഒരു ഡ്യൂട്ടി കൊടുക്കണം. ഇന്ന ID നമ്പറിൻ്റെ പ്രൊഡക്റ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ID നമ്പറിൻ്റെ അഡ്രസ്സ്, ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, മിനിമം ഇത്ര ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ കൊടുക്കണം. അവർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടത് ആരാണ്? ഈ സ്റ്റോർ ഉടമയാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. ഇത് സ്റ്റോറിലേക്ക് പ്രൊഡക്റ്റുകൾ വന്നിട്ട് കസ്റ്റമർ അന്വേഷിച്ച് പോകുന്ന സമയത്തായിരിക്കും മാസങ്ങൾക്ക് മുമ്പേ പ്രൊഡക്റ്റ് അവിടെ എത്തിയെന്ന് അറിയാം. അതുകൊണ്ട് എന്താണ് കാര്യം? മേ ബി ഈ വ്യക്തിയുടെ റീഫണ്ട് കാര്യങ്ങൾക്കൊക്കെ അതിനൊരു തടസ്സമായിട്ട് വന്നേക്കാം. എന്നിരുന്നാൽ പോലും അവിടെ ഞാൻ പറഞ്ഞു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് റീഫണ്ട്. പക്ഷെ പല കമ്പനികളും പറയുന്നത് കൊറിയർ അയച്ച പാടനെ റീഫണ്ട് സ്റ്റാർട്ട് ചെയ്തു, സോ പ്രൊഡക്റ്റ് വരാൻ 3 മാസം എത്തി, 1 മാസത്തിനുള്ളിൽ റീഫണ്ട് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കില്ല കേട്ടോ. അതൊക്കെ വെറുതെ വാക്കുകൾ മൂലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ട് ആ വാക്കുകൾക്ക് യാതൊരു വസ്തുതയില്ല. കസ്റ്റമറുടെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം തൊട്ട് മാത്രമേ റീഫണ്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇത്തരത്തിൽ ഇഷ്യൂ മാറ്റാൻ വേറെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിൽ അത് നിങ്ങൾ ലീഡേഴ്സ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. വീക്കിൽ ഒരു തവണയെങ്കിലും തൻ്റെ ടീമിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് റീചെക്ക് ചെയ്യുക, ഒന്ന് അവെയർ ആക്കുക. എന്നിട്ട് അവരെ കൊണ്ട് കസ്റ്റമർ കെയറിലേക്ക് വിളിപ്പിക്കുക, കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ആ രീതിയിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കിട്ടേണ്ട സമയത്ത് എത്തുമ്പോൾ, അഥവാ സ്റ്റോറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടും കസ്റ്റമർക്ക് സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലീഡേഴ്സിന് ആ ഒരു ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുകയും സൈറ്റിലൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി തന്നെ ഡയറക്റ്റ് കൊറിയർ സർവീസ് വഴി ഹോം ഡെലിവറിയോ പോസ്റ്റൽ സർവീസിലേക്കോ എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. 1. 2, കസ്റ്റമർ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഫോൺ നമ്പറിലേക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എത്തുന്നതിൽ അങ്ങനെ ഒരു സംവിധാനം ആക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇനി 3, കസ്റ്റമറുടെ സൈറ്റിൽ ആരാണോ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽ ID-യിൽ, ഇൻഡിപെൻഡൻറ്റ് ID-യിൽ കൃത്യമായിട്ട് കൊറിയറിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ട്രാക്കിങ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല. അപ്പം വളരെ ഈസി ആയിട്ട് ഇന്നത്തെ പുതിയ ട്രെൻഡൊക്കെ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇഷ്യൂ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മളിൽ പലരും എന്നത് തന്നെയാണ് വളരെ ഓപ്പൺ ആയിട്ട് പറയാനുള്ളത്. ഈ നമ്മളിൽ പലരെന്ന് പറയുമ്പോൾ സാധാരണ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അല്ല ഞാൻ പറയുന്നത്, കമ്പനിയുടെ ഒരു ലീഡേഴ്സിനെ അല്ല, മാനേജ്മെൻറ്റ് ലെവലിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മാനേജ്മെൻറ്റിലേക്ക് എത്തിക്കുക, ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. ലീഡർഷിപ്പുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് പല മാറ്റങ്ങളും പല കമ്പനികളിലും നടക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കമ്പനികൾ അത് ഫോളോ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഇതാണ് സൊല്യൂഷൻ, പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഹയർ ലീഡേഴ്സിലേക്കും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലേക്കും കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് സംബന്ധിക്കുന്ന ഇത്തിരി പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റും കേട്ടോ. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.